ഹലോ, എല്ലാവർക്കും റൈസ് വിത്ത് ഷജി സെറ്റ് ഷജീസ് ഇൻസ്പയറിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഹൃദ്യമായ സ്വാഗതം. സന്തോഷകരമായ ജീവിതത്തിന്റെ യഥാർത്ഥ രഹസ്യം എന്താണ്? നിങ്ങൾ വിവാഹിതനാണെങ്കിൽ അല്ലെങ്കിൽ വിവാഹിതയാണെങ്കിൽ ഒരു ചോദ്യം നിങ്ങളോടൊന്ന് ചോദിച്ചേ. എന്റെ പാർട്ട്ണർ, എന്റെ ജീവിത പങ്കാളി എന്നോടൊപ്പം ജീവിക്കുന്നത് സന്തോഷത്തോടെയാണോ? അതോ വെറും ഉത്തരവാദിത്തം കൊണ്ടാണോ? ഈ ചോദ്യം കുറച്ച് വേദനിപ്പിച്ചേക്കാം. പക്ഷെ ചിലപ്പോൾ ഒരു ബന്ധത്തെ രക്ഷിക്കുന്നത് വലിയ വലിയ കാര്യങ്ങളായിരിക്കില്ല. നമ്മൾ നമ്മളോട് തന്നെ ചോദിക്കുന്ന ചെറിയ ചോദ്യങ്ങളാണ്. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഒരു ചെറിയ കഥയാണ്. ഈ കഥയുടെ അവസാനം നിങ്ങൾ നിങ്ങളുടെ വിവാഹ ജീവിതത്തെ അതിനെക്കുറിച്ച് നിങ്ങൾ ഒരു നിമിഷം ചിന്തിക്കും, ഉറപ്പാണ്. ഒരു മഴയുള്ള ദിവസം ഒരു ഭാര്യയും ഭർത്താവും. വിവാഹം കഴിഞ്ഞിട്ട് ഏകദേശം 18 വർഷം. 2 കുട്ടികള്, വീട്, ജോലി, വീട്ടു ചെലവുകള്, തിരക്കേറിയ ജീവിതം. പുറത്തു നിന്ന് നോക്കുമ്പോൾ അവരൊരു സാധാരണ സന്തുഷ്ട കുടുംബം പോലെ തോന്നും. പക്ഷെ അവരുടെ ഇടയിൽ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. അവർ തമ്മിൽ സംസാരിക്കുന്നത് കുറയുകയായിരുന്നു. രാവിലെ സംസാരിക്കുന്നത് ബ്രേക്ക്ഫാസ്റ്റ് എടുത്തോ, വൈകുന്നേരം കുട്ടികൾ പഠിച്ചോ, രാത്രി നാളെ എത്ര മണിക്ക് പോകണം. സംസാരമുണ്ടായിരുന്നു ഇങ്ങനത്തെ കാര്യങ്ങള്. പക്ഷെ ബന്ധം ഒരിക്കലും സംസാരിച്ചിരുന്നില്ല. ഒരു ദിവസം ഭാര്യ ഭർത്താവിനോട് പറഞ്ഞു, നമുക്കിടയിൽ നമ്മൾ എന്തോ നഷ്ടപ്പെടുത്തുന്നുണ്ട്. ഭർത്താവ് ഉടൻ മറുപടി പറഞ്ഞു, എന്ത് നഷ്ടപ്പെടാനാണ്? ഞാൻ കുടുംബത്തിന് വേണ്ടി എല്ലാം ചെയ്യുന്നില്ലേ? അവളൊന്നും പറഞ്ഞില്ല. അവൾക്ക് അറിയാമായിരുന്നു. അവൾക്ക് വേണ്ടത് കൂടുതൽ പണമോ കൂടുതൽ സാധനങ്ങളോ അല്ല. അവൾക്ക് വേണ്ടത് അവന്റെ സമയം, അവന്റെ ശ്രദ്ധ, അവന്റെ കരുതൽ, ഇതൊക്കെയായിരുന്നു. പിന്നെ ഒരു ചെറിയ സംഭവം. ഒരു രാത്രി ഭർത്താവ് വീട്ടിലെത്തുമ്പോൾ ഭാര്യ അടുക്കളയിലെ ഡിന്നർ തയ്യാറാക്കുകയായിരുന്നു. അവൾ വളരെ ക്ഷീണിതയായിരുന്നു. ഭർത്താവ് പതിവ് പോലെ ഫോണും എടുത്തുകൊണ്ട് സോഫയിൽ പോയിരുന്നു. പക്ഷെ ആ ദിവസം അവൻ ഭാര്യയെ കുറച്ചു സമയം ശ്രദ്ധിച്ചു. അവളുടെ മുഖത്ത് ക്ഷീണം, കണ്ണുകളിൽ ഉറക്കമില്ലായ്മ, കൈകളിൽ വീട്ടുജോലിയുടെ അടയാളങ്ങൾ. അവൻ ഫോൺ താഴെ വെച്ചു. അവൻ നേരെ അടുക്കളയിലേക്ക് ചെന്നു. അവളോട് ചോദിച്ചു, നീ ക്ഷീണിച്ചോ? അവൾ പറഞ്ഞു, കുറച്ച്. അവൻ പറഞ്ഞു, നീ ഇരിക്കെ, ഞാൻ ഡിന്നർ ഉണ്ടാക്കാം. അവൾ അവനെ നോക്കി, ഒന്നും പറഞ്ഞില്ല. പക്ഷെ അവളുടെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി. കാരണം അവൾക്ക് അന്ന് ഭക്ഷണം ഉണ്ടാക്കാൻ സഹായമായിരുന്നില്ല ആവശ്യം. ഞാൻ നിന്റെ കൂടെ ഉണ്ട് എന്നുള്ളൊരു വാക്ക്, അല്ലെങ്കിൽ ഞാൻ നിന്നെ കാണുന്നുണ്ട് എന്നുള്ള ആ ഒരു ഉറപ്പ്, അതായിരുന്നു അവൾക്ക് ആവശ്യം. ഇതാണ് ആദ്യത്തെ രഹസ്യം എന്ന് പറയുന്നത്. നോട്ടീസ് യുവർ പാർട്ട്ണർ. നമ്മുടെ പാർട്ട്ണർ, നമ്മുടെ ജീവിത പങ്കാളി ദിവസവും നമ്മുടെ മുന്നിലുണ്ട്. പക്ഷെ നമ്മൾ അവരെ കാണുന്നുണ്ടോ? അവരുടെ മുഖം നോക്കാറുണ്ടോ? അവർ സന്തോഷത്തിലാണോ എന്ന് നമ്മൾ ചോദിക്കാറുണ്ടോ? അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്ന് നമ്മൾ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കാറുണ്ടോ? വിവാഹ ജീവിതത്തിലെ ഏറ്റവും അപകടകരമായ വാക്കുകളിൽ ഒന്ന് അവൾക്ക് മനസ്സിലാകും അല്ലെങ്കിൽ അവന് മനസ്സിലാകും എന്ന് പറയുന്നതാണ്. അതാണോ ശരിയായിട്ടുള്ള കാര്യം? അല്ല. അവർക്ക് എപ്പോഴും മനസ്സിലാകണമെന്നില്ല. നമ്മൾ പറയണം, കേൾക്കണം, മനസ്സിലാക്കണം. രണ്ടാമത്തെ രഹസ്യം എന്ന് പറയുന്നത്, ഫൈറ്റ് അഗൈൻസ്റ്റ് ദ പ്രോബ്ലം, നോട്ട് ഫൈറ്റ് അഗൈൻസ്റ്റ് ഈച്ച് അതർ. ഓരോ വിവാഹത്തിലും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകും. പക്ഷെ വഴക്കിനിടെ നമ്മൾ പലപ്പോഴും പ്രശ്നത്തെക്കാളും നമ്മൾ ആ വ്യക്തിയെ നമ്മൾ ആക്രമിക്കും. നീ സെൽഫിഷാണ്, നീ ഒരിക്കലും എന്നെ മനസ്സിലാക്കില്ല, നിനക്ക് ഫാമിലിയെ കുറിച്ച് കെയർ ഇല്ല. ഇത്തരം വാക്കുകളൊന്നും ഒരിക്കലും പ്രശ്നത്തെ പരിഹരിക്കില്ല. അത് കൂടുതൽ കൂടുതൽ മുറിവുകൾ മാത്രം ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും. പകരം നമ്മുടെ പ്രശ്നം എന്താണ്, നമുക്ക് ഒന്നിച്ചത് പരിഹരിക്കാൻ ശ്രമിച്ചാലോ എന്ന് പറയുന്നതോ. നിങ്ങളുടെ പാർട്ട്ണർ എന്ന് പറയുന്നത് നിങ്ങളുടെ എനിമി അല്ല. നിങ്ങൾ രണ്ടുപേരും ഒരേ ടീമിലാണ് എന്ന് മനസ്സിലാക്കുക. മൂന്നാമത്തെ രഹസ്യം എന്ന് പറയുന്നത്, ഡോണ്ട് കീപ് സ്കോർ. വിവാഹ ജീവിതത്തില് ചില നോട്ട് ബുക്കിൽ എഴുതുന്നത് പോലെ എല്ലാം ഇങ്ങനെ മനസ്സിൽ എഴുതി വെക്കും. കഴിഞ്ഞ മാസം ഇത് ചെയ്തു, നീ ആ മാസം അത് ചെയ്തില്ല, ഞാൻ ഇന്ന് നിനക്ക് വേണ്ടി ഇത്രയൊക്കെ ചെയ്തു, നീ എനിക്ക് വേണ്ടി എന്ത് ചെയ്തു. ഇങ്ങനെ നിങ്ങൾ സ്കോർ നോക്കി ജീവിക്കുകയാണെങ്കിൽ ജീവിതം ഒരു കോമ്പറ്റീഷൻ ആയി മാറും. വിവാഹം എന്ന് പറയുന്നത് കോമ്പറ്റീഷൻ അല്ല, അതൊരു പാർട്ട്ണർഷിപ്പാണ്. ചില ദിവസങ്ങളിൽ നിങ്ങൾ കൂടുതൽ നൽകും, ചില ദിവസങ്ങളിൽ നിങ്ങളുടെ പാർട്ട്ണർ നിങ്ങൾക്ക് കൂടുതൽ നൽകും. ജീവിതം എല്ലായ്പ്പോഴും ഒരു 50-50 ആയിരിക്കില്ല. ചിലപ്പോൾ അത് 80-20 ആയിരിക്കും. ചില ദിവസങ്ങളിൽ അത് 20-80 ആയിരിക്കും. പക്ഷെ രണ്ടുപേരും മനസ്സിലാക്കേണ്ടത് ഇത് നമ്മുടേത് മാത്രമായിട്ടുള്ള ജീവിതമാണ്. നാലാമത്തെ കാര്യം എന്ന് പറയുന്നത്, സേ ദ വേർഡ്സ്. നിങ്ങൾ നിങ്ങളുടെ പാർട്ട്ണറിനെ സ്നേഹിക്കുന്നുണ്ടോ? അത് മനസ്സിൽ മാത്രം വെച്ചാൽ മതിയോ? നിങ്ങൾ പറയുക, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, നീ എനിക്ക് അത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആളാണ്, നിന്നെക്കുറിച്ച് എനിക്ക് ഒരുപാട് അഭിമാനമുണ്ട്, നിന്നോട് ഞാൻ ഒരുപാട് കടപ്പെട്ടിരിക്കുന്നു, ഒരുപാട് നന്ദിയുണ്ട് നിന്നോട് എനിക്ക്.
ഞാൻ എന്നും നിന്നോടൊപ്പം ഉണ്ടാവും. നമുക്കറിയാം ഇതെല്ലാം അവർക്ക് അറിയാമെന്നല്ലേ, പക്ഷെ എപ്പോഴും മനുഷ്യരാകുമ്പോൾ ഒരു റീ അഷുറൻസ് വേണം. സ്നേഹം എന്ന് പറയുന്നത് അത് അറിയുന്നത് നല്ലതാണ്, അതിനേക്കാളും ഒക്കെ മനോഹരമാണ് അത് കേൾക്കുന്നത്. ശരിയല്ലേ? അഞ്ചാമത്തെ രഹസ്യം എന്ന് പറയുന്നത് ചൂസ് യുവർ പാർട്ട്ണർ അഗെയിൻ. വിവാഹത്തിന്റെ തുടക്കത്തില് നമ്മൾ പാർട്ട്ണറിനെ തിരഞ്ഞെടുക്കുന്നു, പക്ഷേ വിവാഹം വർഷങ്ങൾ കടന്നു പോകുമ്പോൾ നമ്മൾ അവരെ വീണ്ടും വീണ്ടും തിരഞ്ഞെടുക്കുന്നുണ്ടോ? അതാണ് യഥാർത്ഥ ചോദ്യം. അവർ പെർഫെക്റ്റ് ആയതുകൊണ്ടല്ല, നമ്മൾ പെർഫെക്റ്റ് ആയതുകൊണ്ടുമല്ല, പക്ഷേ എല്ലാ കുറവുകളോടും കൂടി നിന്നെ ഞാൻ വീണ്ടും തിരഞ്ഞെടുക്കുന്നു എന്ന് പറയുമ്പോഴാണ്. അത് പറയാനുള്ള ആ ഒരു മനസ്സാണ് വിവാഹത്തെ ശക്തമാക്കുന്നത്. നമുക്ക് കഥയിലേക്ക് തിരിച്ചു വരാം. ആ ദമ്പതികള് രാത്രി ഡിന്നർ കഴിച്ചു. വർഷങ്ങൾക്ക് ശേഷം അവർ ആദ്യമായി ഫോണൊക്കെ മാറ്റിവെച്ച് ഒന്നിച്ചിരുന്നു. ഭർത്താവ് ചോദിച്ചു, നിനക്ക് ശരിക്കും എന്താണ് വേണ്ടത്? ഭാര്യ കുറച്ചു നേരം മിണ്ടാതെ ഇരുന്നു. എന്നിട്ട് പറഞ്ഞു, എനിക്ക് വലിയ കാര്യങ്ങളൊന്നും വേണ്ട, എനിക്ക് പഴയ നമ്മളെ തിരികെ വേണം. അവൻ അവളുടെ കൈ പിടിച്ചു. അവൻ പറഞ്ഞു, നമുക്കത് വീണ്ടും ഉണ്ടാക്കാം. അതൊരു മാജിക് മൊമെന്റ് ആയിരുന്നു എന്ന് വിചാരിച്ചിട്ട് അവരുടെ പ്രശ്നങ്ങൾ ആ രാത്രി കൊണ്ട് അവിടെ അവസാനിച്ചില്ല. പക്ഷേ അവർ വീണ്ടും ഒരേ ടീം ആകാനായിട്ട് അവർ തീരുമാനിച്ചു. അവിടെ നിന്നാണ് അവരുടെ പുതിയ ജീവിതം ആരംഭിച്ചത്. ഒരു ചെറിയ ചലഞ്ച് നിങ്ങൾക്ക് ഞാൻ തരട്ടെ. ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഇന്ന് തന്നെ നിങ്ങളുടെ പാർട്ട്ണറിന്റെ അടുത്തേക്ക് പോവുക, ഫോണൊക്കെ മാറ്റിവെച്ച് അവരുടെ കൈ പിടിക്കുക, എന്നിട്ട് അവരോട് പറയുക, എൻ്റെ ജീവിതത്തില് നീ ഉണ്ടായിരിക്കുന്നതിന് ഒരുപാട് നന്ദി, നീ എനിക്ക് ഒരുപാട് വാല്യൂ ഉള്ള ആളാണ്. അത്രമാത്രം ഒന്ന് പറയുക. ഒരു വലിയ സ്പീച്ചൊന്നും വേണ്ട, ഒരു വലിയ ഗിഫ്റ്റ് വേണ്ട, ഒരു സിൻസിയർ ആയിട്ടുള്ള, ഒരു ആത്മാർത്ഥമായിട്ടുള്ള ആ ഒരു സെന്റൻസ് മതി. കാരണം സന്തോഷകരമായ ജീവിതം ഉണ്ടാവുന്നത് പെർഫെക്റ്റ് ആയിട്ടുള്ള ആളുകളെ കണ്ടെത്തുന്നത് കൊണ്ട് മാത്രമല്ല. രണ്ട് ഇംപെർഫെക്റ്റ് ആയിട്ടുള്ള ആളുകൾ പരസ്പരം മനസ്സിലാക്കാനും ക്ഷമിക്കാനും വളരാനും ഓരോ ദിവസവും വീണ്ടും തിരഞ്ഞെടുക്കാൻ തയ്യാറാകുമ്പോഴുമാണ്. ഡോണ്ട് ജസ്റ്റ് ലിവ് ടുഗദർ, ഗ്രോ ടുഗദർ, ലാഫ് ടുഗദർ, ഹീൽ ടുഗദർ ആൻഡ് ചൂസ് ഈച്ച് അതർ എവറി ഡേ. നിങ്ങൾ നിങ്ങളുടെ പാർട്ട്ണറിനെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ അവർക്കൊന്ന് ഷെയർ ചെയ്യുക. സ്നേഹം സംരക്ഷിക്കൂ, ബന്ധങ്ങളെ വിലമതിക്കൂ, അതോടൊപ്പം തന്നെ ഒരുമിച്ച് സന്തോഷത്തോടെ ജീവിക്കുക. എൻ്റെ പേര് ഷജീല ഹലീമ. ഞാനൊരു മൈൻഡ് പവർ ട്രെയിനറാണ്, ഒരു ലൈഫ് കോച്ചാണ്, ഒരു ബിസിനസ് കോച്ചാണ്, അതുപോലെ തന്നെ ചിൽഡ്രൻസ് കോച്ചാണ്. പേഴ്സണൽ സെഷനിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ തീർച്ചയായിട്ടും നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ റൈസ് വിത്ത് ഷജീസ് @ഷജീസ് ഇൻസ്പയർ നിങ്ങൾ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുക. ഇനിയും വീണ്ടും വീണ്ടും ഇതുപോലെയുള്ള നല്ല നല്ല വീഡിയോകൾക്കായിട്ട് സ്റ്റേ ട്യൂൺ ചെയ്യുക. Thank you so much for watching my video. Thank you once again. Bye.